നമ്മുടെ തൊപ്പിയുടെ യൂട്യൂബ് ചാനൽ പൂട്ടി. ചില ചാനലുകളിലും ചില സമുദായ സംഘടനകളും ധാർമ്മിക ആളുകളുമൊക്കെ വലിയ വികാരനിർഭരമായി ഇതിനെ സംബന്ധിച്ച് പോസ്റ്റ് ഇടുന്നുണ്ട്. തൊപ്പിയുടെ ചാനൽ പൂട്ടി. തൊപ്പിയുടെ ചാനൽ പൂട്ടി, അത് ശരിയാണ്. പക്ഷേ ഇത്രയും വികാരനിർഭരമായി ഇതിനെ സമീപിക്കാൻ തൊപ്പിയായിരുന്നോ ഈ കേരളത്തിലെ എല്ലാ അധാർമികതയ്ക്കും എല്ലാ അസ്വസ്ഥതകൾക്കും ഒരു പ്രധാന കാര്യം? തൊപ്പിയെപ്പോലെ എത്രയോ തൊപ്പിമാർ ഒക്കെ ഇഷ്ടംപോലെ പേരില്ലേ? ഒരു സമുദായത്തിനകത്ത് ഫിത്തന ഉണ്ടാക്കുന്നവർ, തമ്മിലടിക്കുന്നവർ, ദേവാലയങ്ങളിൽ തമ്മിലടിക്കുന്നവർ, നാട്ടിൽ ഈ പറയുന്ന പോലെ കണ്ടാൽ മിണ്ടാത്തവർ, ബന്ധുക്കളെ തമ്മിൽ ബന്ധം മുറിച്ചവർ, ഒരേ പള്ളിയിൽ പോകാത്തവർ, അയൽ വീടുകളിൽ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നവർ. പിന്നെ കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഒരു അച്ഛനും മകനും, അതായത് മകൻ അച്ഛനെ എടുത്തിട്ട് അടിച്ചടിച്ച് നിലത്തിട്ട് ചവിട്ടി കൂട്ടുന്ന കാര്യം കണ്ണീരോടെ പറയുന്നത് അമ്മയും പെങ്ങളുമാണ്. ഇതിനൊന്നും തൊപ്പി മാത്രം ഉത്തരവാദിയല്ലല്ലോ. ഇപ്പോൾ എനിക്ക് ഇന്നലത്തെ ഒരു എഴുത്ത് കണ്ടപ്പോൾ തൊപ്പി പൂട്ടി അതുകൊണ്ടാണ് കേരളം രക്ഷപ്പെട്ടു എന്നുള്ളതുപോലെയാണ്. ഇനി തൊപ്പിയോട് പറയാനുള്ളത് എന്താണെന്നറിയോ? നിനക്ക് ഒരുപാട് ആളുകൾ ഒരുപാട് തിന്മ പറയുമ്പോഴും ഇന്ന് നന്മ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നവരെക്കാൾ ഒരുപാട് നന്മ നിന്നിലുണ്ട് എന്ന് പല രൂപത്തിൽ അറിഞ്ഞൊരാളാണ് ഞാൻ, നീ പ്രകടിപ്പിക്കുന്ന പ്രകടനങ്ങൾക്കപ്പുറത്ത്. രണ്ടാമത്തെ കാര്യം, ആർക്കും എത്തിപ്പെടാൻ കഴിയാത്ത ഒരു വലിയ ജെൻസി വിഭാഗത്തിൽ നിനക്ക് നല്ല റീച്ചുണ്ട്. അവർ നിന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ആ ശ്രദ്ധിക്കലുകൾ നിനക്കൊരു നന്മയുടെ തരംഗമാക്കി ഒരു വൈബാക്കി മാറ്റാൻ കഴിഞ്ഞാൽ നീ വലിയൊരു സോഷ്യൽ ഇൻഫ്ലുവൻസറായി മാറും. നിന്നെപ്പോലുള്ളവരെയാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ കാലം തേടുന്നത്. കാരണം ഈ വലിയ ധാർമ്മികതയും മറ്റുമൊക്കെ പ്രഭാഷണം നടത്തുന്ന ആളുകളെല്ലാം മോരും മുതിരയും പോലെ തമ്മിൽ ലയിക്കാത്തവണ്ണം ഈ സമൂഹത്തിൽ കിടക്കുകയാണ്. ഒരു 45-50 കഴിഞ്ഞ ആളുകൾ അകലെ നിന്ന് ധാർമ്മികതയൊക്കെ പറയുമ്പോഴും അവരുടെ മുഖത്ത് നോക്കി ഉത്തരം പറയാത്ത വിധം ചോദ്യം ചോദിക്കാൻ, തെളിവുകൾ വെച്ച് ചോദിക്കാൻ, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളെ വിചാരണ ചെയ്യാൻ എന്ന പേരിൽ നേർക്ക് നേരെ ചോദിക്കാൻ കഴിവുള്ള ഒരു ജെൻസി സമൂഹം ഇന്നിവിടെയുണ്ട്. അവർക്കിടയിൽ ഞാൻ നേരത്തെ പറഞ്ഞ ധാർമ്മിക എഴുത്തുകാരെക്കാൾ വൈരാഗ്യവും വിരോധവും ഒക്കെ താരതമ്യേന കുറവാണ്. പിന്നെ ലഹരി മറ്റുള്ള സംഗതികളൊക്കെ ഇപ്പോൾ 50 കഴിഞ്ഞവർ പണ്ട് കാലത്ത് അന്ന് ലഭ്യമായ വീടി വലിച്ചവരാണെങ്കിൽ ഇന്ന് MDMA ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ വ്യത്യാസം. അന്ന് MDMA ഇല്ലായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നീ ആ പൂട്ടിയ ലോകത്ത് നിന്ന് അത്രയേ ഉള്ളൂ അതിൻ്റെ ഫേസ് എന്ന് നീ മനസ്സിലാക്കിയിട്ട് ഒരു സ്വയം വിമർശനം നടത്തി, ഒരു സ്വയം വിചാരണ ചെയ്ത് നിൻ്റെ ഈ ഇടപെടലുകൾ കൊണ്ട് ഈ സമൂഹത്തിൽ എന്ത് ഗുണമാണ് എന്ത് ദോഷമാണ് ഉണ്ടായതെന്നൊന്ന് തിരിച്ചറിഞ്ഞ് ചില ശരിയുടെ മാർഗത്തിലേക്ക് വന്നാൽ നിനക്കൊരു പക്ഷേ ഈ സമൂഹത്തിലെ ജെൻസി ചെറുപ്പക്കാരെ, അതിനേക്കാൾ മുതിർന്ന ആളുകളിലുള്ള ഈ വർഗീയ വിദ്വേഷ വിധ്വംസ പ്രവർത്തനങ്ങളിൽ നിന്ന് മാറ്റി ഒരു നേരിൻ്റെ വഴിയിലൂടെ നയിക്കാൻ നിൻ്റെ ആശയങ്ങൾക്ക് കഴിഞ്ഞെന്ന് വന്നേക്കാം. അത് രൂപപ്പെടുത്തുന്നതിന് ഒരു ഭരണവും ഒരു സംഗതിയും ഒന്നും തടസ്സമല്ല. നീ മാത്രം വിചാരിച്ചാൽ മതി. നിൻ്റെ ഹൃദയത്തിൽ മാത്രം മാറ്റമുണ്ടായാൽ മതി. നിൻ്റെ ചിന്തകളിൽ മാത്രം ഒരു ചേഞ്ച് ഉണ്ടായാൽ മതി. കാരണം അതിന് കഴിയും എന്നുള്ളതാണ് ഇപ്പോൾ നിനക്ക് കിട്ടുന്ന ഫോളോവേഴ്സും നിൻ്റെ ആശയങ്ങളോടൊപ്പം വരുന്നവരുമെല്ലാം നിന്നിലെ എവിടെയൊക്കെയോ ആ എന്താ പറയുന്നത് ചില സാമ്യങ്ങളും പൊരുത്തങ്ങളും കാണുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് തൊപ്പിയെന്ന് വിളിക്കുന്ന നിനക്ക് ഒരു നേരിൻ്റെ മാർഗത്തിലേക്ക് വരാൻ ചില വഴികാട്ടിയായി വേണം ഇതിനെ കാണാൻ. ഇവരുടെ വിചാരണയൊന്നും കാര്യമാക്കേണ്ടതില്ല. ഇവരുടെ വിചാരണയൊക്കെ ഇതിൻ്റെ ഭാഗമായി തുടരും. ഇവർ നിന്നെ മാത്രമല്ല, ബാക്കിയുള്ള പണ്ഡിതന്മാരെയും സംഘടനകളെയും സമൂഹത്തെയും എല്ലാത്തിനെയും വിചാരണ ചെയ്യുന്നവരാണ്. എന്നിട്ട് അവർ മാത്രം ശരി എന്ന് പറയുന്നവരുമാണ്. അതുകൊണ്ട് നീ നിൻ്റെ ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങളെ ശരിയാക്കി ഒരു നേരിൻ്റെ നന്മയുടെ ഗുണത്തിൻ്റെ മാർഗത്തിലേക്ക് വന്നാൽ നിന്നെപ്പോലെയുള്ള തൊപ്പികളെ ഇന്ന് സമൂഹത്തിന് ആവശ്യമുണ്ട്. ഈ മറ്റു പല തൊപ്പികളെക്കാളും നിൻ്റെ തൊപ്പിക്ക് ചില ഇമ്പാക്റ്റ് ഉണ്ടാവും എന്നുറപ്പുള്ളത് കൊണ്ടാണ് ഇത് പറയുന്നത്.